ഹായ് ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഐ ആം ശ്രുതി. കുറേ നാളായില്ലേ നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ട്. ഇന്ന് നമ്മൾ പൂവാറിലെ ഒരു റിസോർട്ടിൽ പോകുന്ന ഒരു വ്ളോഗാണ് കേട്ടോ കാണാൻ പോകുന്നത്. റിസോർട്ടിൻ്റെ പേര് ഐസോലാഡി കൊക്കോ എന്നാണ്. നല്ല റിസോർട്ടായിരുന്നേ. ഭയങ്കര ട്രഡീഷണൽ വൈബ് ഫീൽ ചെയ്യുന്ന ഒരു റിസോർട്ടായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. അവിടെ ചെന്നപ്പോൾ തന്നെ ഫ്രണ്ടിൽ ഇവരെല്ലാം ഉണ്ടായിരുന്നേ. ഭയങ്കര പ്രകൃതി രമണീയമാണ്. അവിടെ ഫുള്ളും ചുറ്റിനും കാണാൻ നല്ല രസമായിരുന്നു. നമുക്കൊരു കാമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. ഒരു ബഹളം ഇല്ല, ഒച്ചയില്ല, അങ്ങനെ എല്ലാം ഭയങ്കര ക്വയറ്റായിട്ടുള്ള അന്തരീക്ഷമായിരുന്നേ. ഇതാണ് അവിടുത്തെ ഓരോ ഇങ്ങനെ വില്ല പോലെയാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതായിരുന്നു നമ്മുടെ ബെഡ്റൂം. എനിക്കിഷ്ടപ്പെട്ടു. നല്ല ബെഡായിരുന്നു, നല്ല ബെഡ്റൂമായിരുന്നു. ഇത് അവിടുത്തെ നമ്മുടെ ബാത്റൂമാണ് സംഭവം. ഇത് ഓപ്പൺ ബാത്റൂമാണ്. ഓപ്പൺ ബാത്റൂം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും കരുതിയില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഇതാ നമ്മുടെ ഈ ഫ്രണ്ട് എൻട്രി ഇറങ്ങുന്ന സ്ഥലം. പിന്നെ മുകളിലെല്ലാം ഓപ്പണിംഗ് ആണ് ബാത്റൂമിൻ്റെ. ഭയങ്കര രസമായിരുന്നു ഇതൊക്കെ കാണാനായിട്ടും. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇതേ മുകളിൽ നിന്ന് ആകാശം കാണാം. പിന്നെ നല്ല രസമായിരുന്നു അവിടെ കളിക്കാനും ചിരിക്കാനും ഒക്കെ. നല്ല എന്ന് വെച്ചാൽ വേറെ ഒരു തിരക്കും ഇല്ല, അങ്ങനെ ഒരു ഇതായിരുന്നു കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ അവിടുത്തെ സന്ധ്യാസമയമായിരുന്നു. ഇത് ഐലൻഡിലാണ്. ഇതൊരു ഐലൻഡാണ്. നമ്മുടെ റിസോർട്ടിന് ചുറ്റും ഇതുപോലെയാണ്. ഫുള്ളും അപ്പുറത്തെ സൈഡും ഒക്കെ ഇതുപോലെയാണ്. സന്ധ്യ സമയത്തവിടെ നല്ല ഭംഗിയായിരുന്നേ ഗൈസ് കാണാനായിട്ട്. പിന്നെ നമ്മൾ ഈ ഒരു സന്ധ്യ സമയത്ത് അവിടുത്തെ കാറ്റും എല്ലാം ആസ്വദിച്ച് അവിടെ ഇരിക്കുമായിരുന്നു. ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് നമുക്കൊന്ന് കണ്ടു നോക്കാവേ. നല്ല രസമാണ്. ഇതിൻ്റെ അകത്തോട്ട് വരാനായിട്ട് നമ്മൾ കുറച്ച് ഉള്ളിലോട്ടാണ് ഈ റിസോർട്ട് ഇരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് വ്യൂ. ഇതാണ് ഇവിടെ ഇതുപോലെ കുറച്ച് കെട്ടിയിട്ടിട്ടുണ്ട്. എന്തോ വർക്ക് നടക്കുവാണെന്ന് തോന്നുന്നു. നമ്മൾ അതിൻ്റെ സൈഡിലായിരുന്നത്. നേരെ നമ്മൾ ഫുഡ് കഴിക്കാനാണ് കേട്ടോ പോയത്. നമുക്ക് ബൊഫേ ആയിരുന്നു. പിന്നെ നമ്മൾ ഇവിടെ പാർക്കിലേക്ക് വന്ന് കളിക്കാനായിട്ട് കുറച്ച് ഇതുപോലത്തെ ഊഞ്ഞാലും അങ്ങനെ കൊച്ചു സംഭവങ്ങളൊക്കെ. നമ്മൾ റൂമിൽ വന്നിട്ട് യൂനോ കാർഡ് വെച്ചിട്ട് കുറച്ച് ഗെയിംസൊക്കെ കളിച്ചത്. പിറ്റേന്ന് രാവിലെ നമ്മൾ ഇവിടെ ബോട്ടിങ്ങിനാണ് പോയത്.
അവിടുന്ന് നേരെ ഇതാ നമ്മളെ ബോട്ടിൽ ഇവിടെയാണ് ആദ്യം ഇറക്കി തരുന്നത്. ഇതാണ് ഗോൾഡ് സാൻഡ് സീ എന്ന് പറയുന്നത്. ഇവിടുത്തെ മണൽ കണ്ടോ ഒരു പ്രത്യേകതയുണ്ട്, ഫുൾ ഗോൾഡ് കളറാണ്. അതായത് ആ ബ്ലാക്ക് കളറിലെ സോയിലൊന്നും ഇവിടെ ഇല്ല, അതുകൊണ്ടാണ് ഈ പേരിൽ അറിയപ്പെടുന്നത്. നല്ല ഭംഗിയായിരുന്നേ ഈ ഒരു കടൽ കാണാനായിട്ട്. ഒരു വേസ്റ്റോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നേ, നല്ല കടലായിരുന്നു, ഭയങ്കര കാറ്റും ഒക്കെ ആയിരുന്നേ. പിന്നെ ദാ ഈ ഒട്ടകത്തിൻ്റെ മണ്ടേ കയറാനായിരുന്നേ അടുത്തത്. അതിൻ്റെ മണ്ടേ കയറി. ഒട്ടകത്തിനാണെങ്കിൽ ഒട്ടും വയ്യാറ്, നടക്കാൻ തന്നെ വയ്യ, അതിങ്ങനെ കുണുങ്ങിയാണ് നടക്കുന്നത്. ആ മുകളിൽ ഇരിക്കുന്നവർക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ കയറിയില്ല, എനിക്കും പേടിയാണ്. അവരവിടെ കിടന്ന് വിളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നേ. പക്ഷെ ഒട്ടകം ഭയങ്കര സ്ലോയിലാണ് പോകുന്നത്, പക്ഷെ അതിങ്ങനെ നല്ല ചരിയുന്നുണ്ടായിരുന്നേ, അതാണ് അവർക്ക് ഏറ്റവും പേടിയായത്. നല്ല രസമായിരുന്നു. പതിയെ അത് നടക്കുകയുള്ളൂ, കുറച്ച് ദൂരം കൊണ്ടുപോയിട്ട് അതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുവരും, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. 4 പേരെ അവർ കയറ്റും, ഒരു സമയത്ത് തന്നെ 4 പേരെ കയറ്റും എന്ന് പറഞ്ഞിട്ടാണ് കയറ്റിയത്. 2 കുട്ടി പിള്ളേരായിരുന്നു. ഇതുപോലെ കുഞ്ഞായിട്ട് നടന്ന് അത് അതുവരെ ചെന്ന് തിരിച്ചു വരുവാണ് ചെയ്യുന്നത്. അങ്ങനെ അവർ ഒട്ടകത്തിൻ്റെ മണ്ടേ കയറിയത് നോക്കി നമ്മൾ നിൽക്കുമായിരുന്നു. പിന്നെ അതാ നേരെ അവിടെ ഇതുപോലെ ഉപ്പിലിട്ട മാങ്ങയും അതൊക്കെ ഉണ്ടായിരുന്നേ കഴിക്കാനായിട്ട്. നമ്മൾ ഇവരുടെ വീഡിയോ എടുത്തിട്ട് അവിടെ പോയി അതൊക്കെ കഴിക്കാമെന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഇവർ പോയി വന്നിട്ട് ചെയ്യാമെന്ന് വെച്ചാൽ നിന്ന്, പക്ഷേ ഇവരാണെങ്കിലോ ഈ ഒട്ടകം നടന്നങ്ങ് എത്തുന്നുമില്ല വരുന്നുമില്ല. അത് പതിയെ ആലോചിച്ചാണ് നടക്കുന്ന ഒട്ടകം. അടുത്ത് അവിടെ ചെന്നിട്ട് നമ്മൾ കരിക്കൊക്കെ കഴിച്ചേ. കുറച്ച് കരിക്കും ലെമൺ ജ്യൂസും ഒക്കെ കുടിച്ച് കാറ്റും കൊണ്ട് അവിടെ ഇരിക്കുകയായിരുന്നു. ഇതാണ് എലിഫൻറ്റ് റോക്ക് എന്ന് പറയുന്നത്. കണ്ടില്ലേ, കറക്റ്റ് എലിഫൻറ്റ് കിടക്കും പോലെ ആ റോക്ക് കണ്ടാൽ നമുക്ക് തോന്നുക. നല്ല രസമായിരുന്നു അത് കാണാൻ. ഇതാണ് വെള്ളത്തിൽ തന്നെ താമസിക്കാൻ പറ്റുന്ന വീടുകളാണ് അത്. ഇത് കണ്ടോ, നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് ഈ എൻഡ് വരെ പോയിട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. മാതാവിൻ്റെ ഒരു ശില്പമൊക്കെ ഉണ്ടായിരുന്നേ. നമ്മൾ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് അവിടെ ആ അങ്കിൾ ഡാൻസ് കളിക്കുമായിരുന്നു. പിന്നെ നമ്മൾ തിരിച്ച് പോകുന്ന വഴി ഇതെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ചേട്ടനാണ്. ഈ ചേട്ടനാണ് നമ്മളെ ബോട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവന്നതും ഒക്കെ. ഇതേ കണ്ടില്ലേ, കറക്റ്റ് എലിഫൻറ്റ് കിടക്കും പോലെ ആ പാറ കണ്ടാൽ നമുക്ക് തോന്നുന്നത്. നല്ല ഭംഗിയായിരുന്നു എല്ലാം കാണാൻ. വരുന്ന വഴിക്ക് വേറെ റിസോർട്ടെല്ലാം നമുക്ക് കാണാം. ഇതൊക്കെയാണ് നമ്മളെ ട്രിപ്പ് വ്ളോഗ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.